സസ്പെൻഷൻ കാലാവധി നീട്ടിയ സർക്കാർ നടപടിയിൽ പ്രതികരണവുമായി എൻ പ്രശാന്ത് IAS തന്റെ നിലപാടിൽ നിന്ന് ഒരു അടി പോലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. വായ് മൂടിക്കെട്ടി നടക്കാൻ തനിക്ക് സൗകര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന അമൃത ടിവിയുടെ അഭിമുഖം ചൂണ്ടിക്കാട്ടിയാണ് FB പോസ്റ്റ്. ഇതുവരെ പറയാതിരുന്ന പലതും അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും എൻ പ്രശാന്ത് വ്യക്തമാക്കി. വിവരങ്ങളുമായി അൻഫ്ലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫ്ലീറ്റ്, ആദ്യമായി തന്നെ ചോദിക്കുകയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്? തികച്ചും സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനം എന്നോണം തന്നെയാണോ അദ്ദേഹം ഈ അഭിമുഖത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്? കാർത്തിക, ഏകദേശം ഒരു 4 ദിവസം മുമ്പായിരുന്നു എൻ പ്രശാന്ത് IAS ഈ രീതിയിൽ ഒരു അഭിമുഖം നമുക്ക് നൽകിയത്. ഈ അഭിമുഖം നൽകുന്ന സമയത്ത് എൻ പ്രശാന്ത് IAS സസ്പെൻഷനിലാണെന്ന് മാത്രവുമല്ല, അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് ചില വിശദീകരണം, ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സസ്പെൻഷന് ചാർജ് മെമ്മോ നൽകിയിരുന്നു. അതായത് ഈ സസ്പെൻഷൻ പിൻവലിക്കണമെങ്കിൽ തനിക്ക് എൻ പ്രശാന്തിനെതിരെ നിലനിൽക്കുന്ന കുറ്റ ആരോപണങ്ങൾ, അതായത് മുതിർന്ന ഈ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള എൻ ജയാതിലകനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. ഗുരുതരമായ തെറ്റാണ്. ഇതിൽ സസ്പെൻഷൻ നൽകിയിരിക്കുന്നു. ഈ സസ്പെൻഷനിൽ കൃത്യമായി വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന് വിശദീകരണം മെമ്മോയ്ക്ക് ഇദ്ദേഹം മറുപടി നൽകുന്നതിന് പകരം അദ്ദേഹം ചില ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചില 4-5 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരിച്ച് വിശദീകരണം അങ്ങോട്ട് ചീഫ് സെക്രട്ടറിക്ക് നൽകുകയായിരുന്നു. ഇത് തന്നെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ വാർത്തയാക്കും. കാരണം സാധാരണഗതിയിൽ ചീഫ് സെക്രട്ടറിയോട് ചാർജ് മെമ്മോയ്ക്ക് തിരിച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ നൽകുക എന്ന് പറയുന്നത് അപൂർവമായതാണ്. അതുകൊണ്ട് തന്നെയാണ്, മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ എൻ പ്രശാന്ത് IAS ആണ് സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ ചില വിമർശനങ്ങളുടെ ഭാഗമായാണ് അദ്ദേഹം സസ്പെൻഷനിലായിരിക്കുന്നത്. പകരം അദ്ദേഹം വിശദീകരണം നൽകുന്നതിന് തിരിച്ചങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം, ആ സമയത്താണ്, ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹം അഭിമുഖം നൽകുന്നത്. ഈ അഭിമുഖത്തിൽ അതിനൊരു മറുപടി എന്നോണം അത് കൃത്യമായി തന്നെ വളരെ വിശദമായൊരു അഭിമുഖം തന്നെയാണ്. ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു അഭിമുഖമായിരുന്നു നമുക്ക് നൽകിയത്. അതിലധികം തന്റെ നിലപാടുകളൊക്കെ തന്നെയും വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് തനിക്കിതിൽ നിന്ന് താൻ കൃത്യമായി ഭരണഘടന, ഒരു IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്, ഒരു ഉന്നതനായ റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് ഒരു സാധാരണ പൗരൻ നൽകുന്ന എല്ലാ ഭരണഘടനമായ അവകാശവും തനിക്കുണ്ട്. തനിക്ക് പറയാനുള്ള വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. ഒരിക്കലും തൻ്റെ വായ് മൂടിക്കെട്ടാനാവുകയില്ല. ആ ഭരണഘടന നൽകുന്ന ആ സ്വാതന്ത്ര്യ അവകാശത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് താൻ സംസാരിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥനെ ഒരു പരസ്യമായി വിമർശിക്കുക അല്ല താൻ ചെയ്തത്. ആ നിലപാടിൽ കൃത്യമായി തൻ്റെ വിമർശനം രേഖപ്പെടുത്തുകയാണുണ്ടായത്. മാത്രമല്ല, ഈ പ്ലാറ്റ്ഫോം എന്തുകൊണ്ട്, ഒരു പരസ്യമായൊരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നതിന് കൃത്യമായി അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അതായത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥനായിരുന്ന ഒരു ജയാതിലക് എന്ന ഉന്നത ഉദ്യോഗസ്ഥൻ്റെ കീഴുദ്യോഗസ്ഥനായിരിക്കുന്ന വേളയിൽ പലപ്പോഴും ആ ഫയലുകളിൽ താൻ കൃത്യമായി തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ അത് ചോദ്യം ചെയ്തുകൊണ്ട് ഉള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിലപാടുണ്ടാവുകയും അതിൽ താൻ വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് തൻ്റെ വിമർശനം, തനിക്കുള്ള പരാതി കൃത്യമായി വകുപ്പ് തലത്തിൽ തന്നെ എത്രയോ വട്ടം താൻ ഈ പരാതി ഉന്നയിച്ചിരുന്നു. അപ്പോഴൊന്നും തന്നെയും അത്തരത്തിലൊരു നടപടി തനിക്കെതിരെ ഉണ്ടായില്ല. അനുകൂലമായ ഒരു നിലപാട് ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് താൻ ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങൾ തനിക്ക് പറയേണ്ടത് പറഞ്ഞു. മാത്രമല്ല, താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വകുപ്പ് തലത്തിൽ നിരവധി തവണ പരാതികൾ ഉന്നയിച്ചിട്ട് പോലും സർക്കാർ തലത്തിൽ ഒരു നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ്, നടപടി ഉണ്ടാവുകയും ഉണ്ടായിട്ടില്ല. അതിനു പുറമെ ഒരു മാധ്യമത്തിലൂടെ, ഒരു പത്രമാധ്യമത്തിലൂടെ തനിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ പരസ്യമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ഒരു വിഷയം, ഇത് സർക്കാർ തലത്തിൽ മാത്രം ഉണ്ടായിരുന്ന വിഷയം പബ്ലിക് ഡൊമൈൻ വന്നതുകൊണ്ട് മാത്രമാണ് താൻ സമൂഹ മാധ്യമത്തിലൂടെ തനിക്ക് നേരിട്ട അനുഭവങ്ങളെക്കുറിച്ച് അത് ജനങ്ങൾ അറിയണം. അത് കൃത്യമായ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത് ഒരിക്കലും അത് മൂടി വെക്കേണ്ടതല്ല, അത് ജനങ്ങൾ അറിഞ്ഞേ മതിയാകൂ. അതുകൊണ്ട് തന്നെയാണ് താനത് ആ പബ്ലിക് ഡൊമൈനിൽ അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്ക് നേരിട്ട അനുഭവങ്ങൾ എന്താണ് എന്നത് അദ്ദേഹം പറയുകയും അത് വിമർശന രൂപേണ ഇതിനൊക്കെ കാരണക്കാരനായിരുന്ന ഉദ്യോഗസ്ഥനെ വിമർശിക്കുന്ന രീതിയിൽ ചില ആരോപണങ്ങളോ അല്ലെങ്കിൽ പ്രസ്താവനകളൊക്കെ ഉണ്ടായത്. അത് ഒരിക്കലും തന്നെ അത് ഒരു ഭരണഘടന തനിക്ക് നൽകുന്ന ആ അവകാശത്തിന് പുറത്ത് അല്ലെങ്കിൽ ഭരണഘടന നൽകുന്ന ആ സ്വാതന്ത്ര്യത്തിന് പുറത്ത് നിന്നുകൊണ്ട് തന്നെയാണ് താൻ ചെയ്തത്. ആ നിലപാട് താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ഉദ്യോഗസ്ഥർക്കിടയിൽ ചേരിപ്പോർ എന്ന രീതിയിൽ മാധ്യമങ്ങൾ പോലും ആ ഒരു വാർത്തയെ വളച്ചൊടിക്കുക അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ താൻ ഉന്നയിച്ച പ്രശ്നം അത് ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അത് സർക്കാർ ആ ഒരു വിഷയത്തിൽ എന്താണ് അതിനൊരു പരിഹാരം കണ്ടെത്തുക, അല്ല അതിൽ ആ വിഷയത്തിൽ ഇടപെടാനും ഇപ്പോഴും സർക്കാരിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് ഇപ്പോഴും കഴിയുന്നില്ല. താൻ ഉന്നയിച്ച, അതായത് തന്നെ പോലെ സഫർ ചെയ്യുന്ന നിരവധി കീഴുദ്യോഗസ്ഥർ അവിടെയുണ്ട്. ജയാതിലക് അല്ലെങ്കിൽ അദ്ദേഹം അതുപോലുള്ള ഉന്നത
ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാകുന്ന, വായ് മൂടിക്കെട്ടി അവർ പറയുന്ന ഫയലിൽ ഒപ്പിടുന്ന, അല്ലെങ്കിൽ അതുപോലെ കൃത്യമായി അവർ പറയുന്നത് അനുസരിച്ചിരിക്കുന്ന കൃത്യമായ ഒരു അച്ചടക്കം പാലിച്ച് എന്ത് തന്നെ മേലുദ്യോഗസ്ഥർ എന്ത് നടപടി ചെയ്യുക അല്ലെങ്കിൽ എന്ത് നിലപാടെടുത്താലും ആ നിലപാട് അത് ഏത് രീതിയിലുള്ള വിഷയമായും സ്വന്തമായ ഒരു അഭിപ്രായം പറയാതെ വായ് മൂടിക്കെട്ടി നിൽക്കുന്ന നിരവധി ഉദ്യോഗസ്ഥ സെക്രട്ടേറിയറ്റിലുണ്ട്. അത്തരത്തിലൊരു ഉദ്യോഗസ്ഥനായിരിക്കാൻ തനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് താൻ പറയേണ്ടത് പറയുകയും ആ രീതിയിൽ താൻ നിലപാടെടുക്കുകയും ചെയ്യും. അങ്ങനെ ആ നിലപാടെടുത്തത് കൊണ്ടാണ് തനിക്കെതിരെ ഈ ഒരു നടപടി ഉണ്ടായത്. പക്ഷേ ആ നടപടി ഉണ്ടായത് കൊണ്ട് പ്രശാന്ത് പറയുന്നത് അത് തന്നെയാണ്. ഏതായാലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മറ്റു സ്ഥലത്ത് പറയാത്ത ചില കാര്യങ്ങൾ കൂടി ഈ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം ഈ ഒരു FB പോസ്റ്റിൽ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഇതൊരിക്കലും ഒരു പബ്ലിക് ഡൊമൈനിൽ വരാൻ പാടില്ലാത്തതാണ്. കാര്യം പലപ്പോഴും ഒരു IAS ഉദ്യോഗസ്ഥർ, അതായത് സെക്രട്ടേറിയറ്റ് ഒഫീഷ്യൽ മെയിലുകൾ ഇടുന്ന സമയത്ത് പോലും ഉദ്യോഗസ്ഥർക്കിടയിൽ തൻ്റെ ഇൻബോക്സിൽ വരുന്ന, അതായത് തൻ്റെ ഒഫീഷ്യലായ ഇൻബോക്സിൽ വരുന്ന ചില അഭിപ്രായങ്ങൾ അല്ല ആ വരുന്ന മെയിലുകൾ തൻ്റെ അറിവോടുകൂടി അല്ലാതെ ആ മെയിലുകൾ പോലും ഔദ്യോഗിക പേജിൽ നിന്ന് അത് നീക്കം ചെയ്ത് താൻ പോലും അറിയാതെ നീക്കം ചെയ്തിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ്. അത് തികച്ചും തൻ്റെ ഔദ്യോഗികമായ പേജാണ്. ആ പേജുകൾ പോലും ഇൻബോക്സിൽ കയറി അതിനെ ഡിലീറ്റ് ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങളുണ്ടായത്. ഇത് രേഖാമൂലം ഇത് ചൂണ്ടിക്കാട്ടി എത്രയോ തവണ താൻ വകുപ്പ് തലത്തിൽ തന്നെയും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും തന്നെയും ആ പരാതിക്ക് കൃത്യമായ നടപടി സ്വീകരിക്കാനൊന്നും തന്നെയും വകുപ്പ് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ സർക്കാരിനോ സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരത്തിലുള്ള നിരവധി പീഡനങ്ങൾ മേലുദ്യോഗസ്ഥർക്കിടയിൽ നിന്ന്, അതായത് ചില ഉദ്യോഗസ്ഥർ എന്ത് നിലപാടെടുക്കുന്നു അതിനൊപ്പം നിൽക്കുക, ആ ഒപ്പം നിൽക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒപ്പം നിൽക്കാതെ മാറി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെതിരെ പർപ്പസ്ഫുള്ളിയായി അവർക്കെതിരെ കൃത്യമായൊരു നടപടി സ്വീകരിക്കുന്നു. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് തനിക്കിപ്പോൾ ഉണ്ടായത്. തനിക്ക് നേരിടേണ്ടി വന്ന ഒരു സസ്പെൻഷൻ അടക്കമുള്ള നടപടിയെന്ന് അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് തന്നെ പല രീതിയിൽ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥർ പോലും, ഉന്നതരായ IAS ഉദ്യോഗസ്ഥർ അവർ പരമ്പരാഗതമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട്, അതായത് എന്താണോ സർക്കാർ അല്ലെങ്കിൽ ആ വകുപ്പ് തലത്തിലുണ്ടാകുന്ന ഒരു അച്ചടക്കം, ആ അച്ചടക്കം കൃത്യമായി പാലിക്കുന്നു. തങ്ങൾക്ക് IAS ആയാലും IPS ആയാലും ഇത് അദ്ദേഹം IAS ഉദ്യോഗസ്ഥനായതിന് സെക്രട്ടറി സംഭവിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവിടെ അവർ എന്തു പറയുന്നു അതിനപ്പുറത്തേക്ക് ഒന്നും പറയാതെ തങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊന്നും ഒരിടത്തും രേഖപ്പെടുത്താതെ കൃത്യമായ ഒരു ഒബീഡിയൻ്റായി അല്ലെങ്കിൽ കൃത്യമായി എന്തു പറയുന്നു അതുപോലെ നിശബ്ദമായി അനുസരിക്കാൻ വിധേയമായിരുന്നു. ഇപ്പോൾ ഏതായാലും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കൃഷി വകുപ്പ് സെക്രട്ടറി B. അശോകനെ പോലും ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നു. അതായത് സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന IAS ഉദ്യോഗസ്ഥരെ കൃത്യമായി ഒറ്റതിരിഞ്ഞ് സർക്കാർ നടപടി സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ ഒരു നടപടിയിലൂടെ പ്രത്യേകം ഇല്ലാത്തൊരു വകുപ്പ് വരെ ഉണ്ടാക്കി B. അശോകനെ ആ സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം നടത്തി എന്ന് തന്നെയാണ് ഉന്നയിക്കുന്ന ഒരു കാര്യം അല്ലേ? അത് കഴിഞ്ഞ ദിവസം ഈ സസ്പെൻഷൻ, അതായത് N. പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ വീണ്ടും ഒരു 4 മാസത്തേക്ക് 120 ദിവസത്തേക്ക് നീട്ടി. അതോടൊപ്പം തന്നെ ജയാതിലകനെ, അതായത് അദ്ദേഹം ആർക്കെതിരെയാണോ വിമർശനം ഉന്നയിച്ച ആ ജയാതിലകനെ അദ്ദേഹം സർക്കാർ മറ്റൊരു വകുപ്പിന്റെ ചുമതല കൂടി നൽകിയിരിക്കുന്നു. മാത്രമല്ല ഈ N. പ്രശാന്തിനൊപ്പം തന്നെ സസ്പെൻഷനായ മറ്റൊരു IAS ഉദ്യോഗസ്ഥനായിരുന്നു K. ഗോപാലകൃഷ്ണൻ. ഈ 2 പേർക്കും നവംബർ 11-നായിരുന്നു സസ്പെൻഷൻ ഉണ്ടായത്. ഈ നവംബർ 11 സസ്പെൻഷൻ ഉണ്ടായി ഏകദേശം 2 മാസം പിന്നിടുമ്പോൾ കഴിഞ്ഞ ദിവസം K. ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ നടപടിയിൽ നിന്ന് പിൻവലിച്ച് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നു. എന്നാൽ N. പ്രശാന്തിന് വീണ്ടും ഒരു 4 മാസത്തേക്ക് കൂടി സസ്പെൻഷൻ കാലാവധി നീട്ടി നൽകുകയാണ് ഉണ്ടായത്. ആ സമയത്താണ് ഈ N. പ്രശാന്ത് വീണ്ടും നമുക്ക് അമൃത TVക്ക് നൽകിയ ആ അഭിമുഖത്തെ കോട്ട് ചെയ്തുകൊണ്ട് ആ അഭിമുഖത്തിലെ ലിങ്ക് വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇതിനോടൊപ്പം അനുബന്ധിച്ച് പറയേണ്ടത്, കഴിഞ്ഞ ദിവസം ഈ സസ്പെൻഷൻ കാലാവധി നീട്ടിയ സമയത്ത് മാധ്യമങ്ങളൊക്കെ തന്നെ N. പ്രശാന്തിന്റെ പ്രതികരണം എത്തിയിരുന്നു. അപ്പോഴൊന്നും തന്നെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് തനിക്ക് പറയേണ്ടതൊക്കെ തന്നെ ഈ അഭിമുഖത്തിൽ അമൃത TVക്ക് നൽകിയ അഭിമുഖത്തിൽ താൻ നൽകിയിട്ടുണ്ടെന്നും 3 ഭാഗങ്ങളായി അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്നും ഇതിനപ്പുറത്തേക്ക് തനിക്ക് ഇനിയൊന്നും പറയാനില്ല എന്നും എന്നാൽ ഇതുവരെ പറയാനാകാത്ത പല കാര്യങ്ങൾ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ടെന്നും അതിൻ്റെ ലിങ്ക് സഹിതം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന് ആ ഫോണിൽ ബന്ധപ്പെടാൻ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോഴും കിട്ടുന്നില്ല, അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ വീണ്ടും സസ്പെൻഷൻ 4 മാസം കൂടി നീട്ടിയതിൽ കടുത്ത ഒരു അതായത് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇപ്പോഴും തന്നെ ഉറച്ചു
നിലനിൽക്കാത്ത അതായത് ഈ ഉദ്യോഗസ്ഥരെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന ഒരു രീതിയിലാണ് സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ അതിൽ നിന്ന് താൻ പിന്നോട്ടില്ല, നിയമപരമായി തന്നെ താൻ നേരിടുമെന്ന് പ്രശാന്ത് വ്യക്തമാക്കുകയാണ്. ഈ ഒരു നടപടി കൊണ്ട് ഭീഷണിയിൽ നിന്ന് താൻ പിന്നോട്ട് മാറാൻ തയ്യാറല്ല. കാരണം നിയമം തൻ്റെ വഴിക്ക് തന്നെയാണ്. തൻ്റെ ഭാഗത്ത് നിന്ന് ഭരണഘടന, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുശാസിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യ അവകാശത്തിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് താൻ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ആ നിലപാടിൽ താൻ മുന്നോട്ടില്ല. എന്തൊക്കെ വിമർശനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ നടപടി നേരിടേണ്ടി വന്നാലും തൻ്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു. ഇനിയും പറയേണ്ടത് പറയും. തൻ്റെ ഒരു പക്ഷേ ഭാവി തൻ്റെ ഒരു കരിയറിൽ ഇതൊക്കെ ഒരു ദോഷമാകുന്നു, അത് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ദോഷമാകുമോ എന്ന് ഭയന്ന് താൻ പിന്മാറാൻ തയ്യാറല്ല. ഇനിയും തൻ്റെ നിലപാട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിയമപരമായി സസ്പെൻഷൻ നടപടിയെ താൻ നേരിടാൻ തയ്യാറ് തന്നെയാണ്. ഒരുപക്ഷെ സർവീസിൽ തന്നെ പുറത്താക്കിയാൽ ഇതൊന്നും താൻ ഭയക്കുന്നില്ല. അതിനെക്കുറിച്ച് താൻ ബോധേഡാകും. അങ്ങനെ ഒരു വ്യക്തിയല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. അത് തന്നെയാണ് തനിക്ക് പറയേണ്ടതൊക്കെ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, അതിനപ്പുറത്തുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് എന്ന് ഈ അഭിമുഖത്തിലെ ലിങ്ക് സഹിതം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എൻ പ്രശാന്ത് ഒരു പ്രതികരണം എന്ന നിലയിൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ സർക്കാരിൻ്റെ ആ നടപടിയിൽ തൻ്റെ നിലപാട് ഒന്നുകൂടി ആവർത്തിച്ചാണ് ഈ നമുക്ക് നൽകിയ അഭിമുഖത്തിൻ്റെ ഒരു ലിങ്ക് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മറ്റൊന്ന് ശ്രീകാർത്തിയെ ചോദിച്ചതാണ് ബി അശോകിനെതിരായ അശോകിൻ്റെ ഒരു സ്ഥലമാറ്റം, അത് നടപടിയല്ല, ഒരു സ്ഥലമാറ്റം ക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കൂടി ഇതിനോടൊപ്പം തന്നെ ഇന്നലെ സർക്കാർ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നു. അതായത് ബി അശോക് നിലവിൽ ഇപ്പോൾ കൃഷി വകുപ്പിന്റെ സെക്രട്ടറിയാണ്, ഉന്നത IAS ഉദ്യോഗസ്ഥനാണ്. നമുക്കറിയാം ബി അശോക് പലപ്പോഴും പല KCB ചെയർമാനൊക്കെ ആയിരുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിനെടുത്ത് ചില നിലപാടുകളൊക്കെ തന്നെയും പലപ്പോഴും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. അതായത് പല ഘട്ടങ്ങളിലും സർക്കാരിൻ്റെ സെക്രട്ടറിമാരുടെ യോഗങ്ങളിലൊപ്പം തന്നെയും സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെ, നയപരവും സാങ്കേതികപരമായ തീരുമാനങ്ങളൊക്കെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന IAS ഉദ്യോഗസ്ഥനാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആ വകുപ്പിൽ നിന്നും മാറ്റി, കൃഷി വകുപ്പ് സെക്രട്ടറിയിൽ നിന്നും മാറ്റി അദ്ദേഹത്തിന് തദ്ദേശ പരിഷ്കാര കമ്മീഷൻ എന്നൊരു പുതിയൊരു വകുപ്പ് സർക്കാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ വകുപ്പിന്റെ അധ്യക്ഷനായാണ് ബി അശോകിനെ നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം പോലും ഇങ്ങനെ തന്നെ അവിടെ നിയമിച്ച കാര്യം ഈ ഉത്തരവ് കൈപ്പറ്റുമ്പോഴാണ് അറിയുന്നത്. കൃഷി വകുപ്പ് മന്ത്രി പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ബി അശോക് കടുത്ത അതൃപ്തിയിലാണ് തനിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലമാറ്റം. അതായത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് സർക്കാരിന്റെ തീരുമാനങ്ങളെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന IAS ഉദ്യോഗസ്ഥർ, അത് എൻ പ്രശാന്ത് ആയാലും ഇത് തന്നെയാണ്, അത്തരം ഉദ്യോഗസ്ഥരെയൊക്കെ ഒരു തരത്തിൽ മാറ്റി നിർത്തി അവർക്കെതിരെ മറ്റൊരു നടപടി സ്വീകരിക്കുന്നു. അതേസമയം സർക്കാരിനൊപ്പം നിൽക്കുന്ന ഏതായാലും തന്റെ നിലപാടിൽ നിന്ന് ഒരു അടി പോലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എൻ പ്രശാന്ത്. അത് തന്നെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ വായ്മൂട് കെട്ടി നടക്കാൻ തനിക്ക് സൗകര്യമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അമൃത TVയുടെ അഭിമുഖം. ഇത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇപ്പോൾ FB പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഏതായാലും ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം അമൃത TVയുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അൻഫ്ലി ഡിസൂസയാണ് ഇതിന്റെ വിശദമായ വിവരങ്ങൾ നൽകിയത്.